ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്. കുക്കിംഗ് ഒന്നും അറിയാൻ പറ്റാത്ത ആർക്ക് വേണേലും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ചിക്കൻ കിട്ടിയ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വേവിച്ച് എടുക്കുന്നൊരു രീതിയാണിത്. വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് നമുക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കറിയൊക്കെ വെക്കണം എന്ന് തോന്നിയാൽ ഇതിങ്ങനെ ചെയ്താൽ മതി. എല്ലാം കൂടെ ഇട്ട് ഒരുമിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ച് വറ്റിച്ചെടുക്കുക. അതാണ് ഈ പരിപാടി. ചിക്കൻ നന്നായിട്ട് കഴുകിയ ശേഷം മഞ്ഞൾ, മുളക്, ഉപ്പ്, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് പുരട്ടി അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. അതിൽ തക്കാളിയൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ളി മാത്രമായാലും മതി, അല്ലെങ്കിൽ തക്കാളി മാത്രമായാലും മതി. അത് ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി അപ്പം തന്നെ അതിനാവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ കുക്ക് ചെയ്യുക. അല്ലാതെ പുരട്ടി വെക്കുകയൊന്നും വേണ്ട. അതേ ആ സമയത്ത് തന്നെ നമുക്ക് വെള്ളമൊഴിച്ച് ഒരു മൂടി വെച്ച് കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചേക്കുക. അതായത് ഉള്ളി, തക്കാളി ഇതൊന്നും വഴറ്റൊന്നും ചെയ്യണ്ട, എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് വെക്കുന്ന രീതിയാണിത്. ഭയങ്കര ടേസ്റ്റിയാണ് ഇതിന്. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്ട്രാ ഗ്രാമ്പു, ഗരം മസാല ഇടുന്നുണ്ട്. അത് എനിക്ക് ചിക്കൻ വെക്കുമ്പോൾ അത് ഇട്ടില്ല ഒരു മാതിരിയാണ്, അതുകൊണ്ട് ഞാൻ അത് ഇടുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. മഞ്ഞൾ, മുളക് അത് മാത്രം മതി. മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി ഇത് മാത്രം മതി. ഉപ്പ് ഇട്ടാൽ മതി. എന്നാലും ഇത് വെക്കാവുന്നതാണ്. എന്നിട്ട് പച്ചക്കറിയെല്ലാം അരിഞ്ഞത് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഇതെല്ലാം ഉള്ളത് വെച്ചിട്ട് എല്ലാം കൂടെ കുഴച്ച് വേവിച്ച്, അപ്പം ഏകദേശം നമുക്ക് ചിക്കൻ്റെ വേവ് അറിയാമല്ലോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഇപ്പോൾ കറിവേപ്പിലയിട്ട് ഇളക്കി, അത് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുറച്ച് ഗ്രേവി വേണമെങ്കിൽ, കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം. ഞാനിത് മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വേറെ ഒന്നും അറിയാം, ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇടാൻ അറിയെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. അതിൽ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ഇടാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വേവിച്ച് വറ്റിച്ചെടുക്കാം. കുരുമുളക് പൊടിയും എക്സ്ട്രാ ഇടുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം കുരുമുളക് ഇട്ടാൽ. നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ കുരുമുളക് പൊടിയോ അത് ചേർക്കണം. ഉള്ള സാധനം കൊണ്ട് ഇപ്പം പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്ന പിള്ളേർക്ക് പെട്ടെന്ന് ചിക്കൻ കിട്ടി എന്ത് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് ചെയ്താൽ മതി. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ലാസ്റ്റ് വരുമ്പോൾ. ഇതൊരു എന്താ പറയുക, ചിക്കൻ പെരട്ട് പോലെ ഇരിക്കും, വറ്റിച്ച പോലെ. അപ്പം ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.
അമ്മ ഒന്നും ആക്കുന്നില്ല. ചിക്കൻ കണ്ടോ?